ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനായ ISROയിൽ അസിസ്റ്റൻറ്റ്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യ നോട്ടിഫിക്കേഷനിൽ 242 വേക്കൻസീസ് ആയിരുന്നു. ഇപ്പോൾ വേക്കൻസീസ് 267 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, സെലക്ഷൻ പ്രോസസ്സ്, അപ്ലിക്കേഷൻ ഫീ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ISRO സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ICRB ആണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ്, UDC തുടങ്ങിയ പോസ്റ്റിലേക്ക് സാധാരണയായി ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനാണ് ആവശ്യം. JPA സ്റ്റെനോഗ്രാഫർ പോസ്റ്റിന് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ സെക്രട്ടറിയൽ പ്രാക്ടീസിൽ മിനിമം 60% മാർക്ക് ആവശ്യമാണ്. കൂടാതെ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫി സ്പീഡ് 60 വേർഡ്സ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസിയും ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏത് പോസ്റ്റിന് മാച്ച് ചെയ്യുന്നു എന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തീർച്ചയായും ചെക്ക് ചെയ്യണം. ഏജ് ലിമിറ്റ് മാക്സിമം 28 വയസ്സാണ്. റിസർവ്ഡ് കാറ്റഗറീസിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരം അപ്ലിക്കബിൾ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഈ റിക്രൂട്ട്മെൻറ്റിൽ പേ ലെവൽ 4 പ്രകാരം ബേസിക് പേ 25,500 മുതലാണ്. ഇതിനു പുറമെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള DA, HRA മറ്റ് അപ്ലിക്കബിൾ അലവൻസസും ലഭിക്കും. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ആദ്യഘട്ടത്തിൽ റിട്ടേൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം പോസ്റ്റ് അനുസരിച്ച് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകാം. ഫൈനൽ സെലക്ഷൻ നോട്ടിഫിക്കേഷനിൽ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കും. JPA സ്റ്റെനോഗ്രാഫർ പോലുള്ള പോസ്റ്റിന് ടൈപ്പിംഗ്, സ്റ്റെനോഗ്രാഫി സ്കിൽ വളരെ പ്രധാനമാണ്. ഇത് അപ്ലൈ ചെയ്യാൻ ഒഫീഷ്യൽ ISRO വെബ്സൈറ്റായ isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനിൽ ISRO ICRB റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ പോസ്റ്റ് സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാറ്റഗറി ഡീറ്റെയിൽസ് എന്നിവ കെയർഫുള്ളി എൻ്റർ ചെയ്യുക. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് അപ്ലിക്കേഷൻ ഫീ അപ്ലിക്കബിൾ ആണെങ്കിൽ പേ ചെയ്യുക. ഫൈനലി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റർഡ് ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് ആപ്ലിക്കേഷൻസ് ഓൺലൈനായി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിജിനെസ്റ്റിനെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഡോക്യുമെൻ്റ് അപ്ലോഡ്, പ്രിൻ്റ് ഔട്ട് തുടങ്ങിയ ഓൺലൈൻ സർവീസസിന് ഡിജിനെസ്റ്റിൽ അസിസ്റ്റൻസ് ലഭ്യമാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ISRO റിക്രൂട്ട്മെൻറ്റ് 2026 ഫുൾ ഡീറ്റെയിൽസ് ഇത്രയുമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് സ്ഥിരമായി ലഭിക്കാൻ ഡിജിനെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അടുത്തൊരു പുതിയ ജോബ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.